കൗണ്ടർ സ്റ്റൈൽ ഇൻ CSS. വെൽക്കം ടു ദിസ് ടോപ്പിക്. എന്താണ് കൗണ്ടർ സ്റ്റൈൽ ഇൻ CSS? ഈ ടോപ്പിക്ക് നോക്കുന്നതിന് മുന്നേ നമുക്ക് വേറൊരു ടോപ്പിക്കിനെ കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് അറ്റ് റൂൾ ഇൻ CSS. എന്താണ് അറ്റ് റൂൾ ഇൻ CSS? ഈ വാക്ക് നിങ്ങൾക്ക് അപരിചിതത്വം നൽകുന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതെ, ഫോണ്ട് ഫേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, മീഡിയ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇമ്പോർട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് കൗണ്ടർ സ്റ്റൈൽ. എവിടെയാണിത് യൂസ് ചെയ്യുക, എങ്ങനെയാണിത് CSSൽ ബിഹേവ് ചെയ്യുക എന്ന് നമുക്കൊരു ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. നേരെ നമുക്ക് കോഡ് വിൻഡോയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ VS കോഡ് വിൻഡോയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റാപ്പർ ഡിവ്, ഒരു ഓർഡേർഡ് ലിസ്റ്റും ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട്. ഇതിൻ്റെ ബ്രൗസർ പ്രിവ്യൂ നമുക്കൊന്ന് കാണാം. ബ്രൗസർ പ്രിവ്യൂ ഒന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇത് ഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് 1, 2, 3 അങ്ങനെ 3 വിത്ത് നമ്പർ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പോടുകൂടി വന്നിട്ടുണ്ട്. നമ്പറാണ് ഡിഫോൾട്ടായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തോന്നുകയാണ് ഇതിപ്പോൾ ഇങ്ങനെയല്ല, 1, 2, 3 വേണ്ട, ഒരു സ്റ്റാർട്ട് ഒരു 100 കൊടുക്കുകയാണ്. 100 കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ 100, 101, 102 ഉണ്ടാവുന്നതിന് കാണാം. ഇനി ഇത് റിവേഴ്സിലാണ് വേണ്ടിച്ചിട്ടുണ്ടെങ്കിൽ REVERSED റിവേഴ്സ്ഡ് എന്നുള്ള ആട്രിബ്യൂട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും 100, 99, 98. ഇപ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് അങ്ങനെ ഡിഫറൻറ്റ് സ്റ്റൈൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു അല്ലേ. ഇനിയിപ്പോൾ വേണ്ട, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി, എനിക്ക് തോന്നുന്നു വാല്യൂ ആണ് കൊടുക്കേണ്ടത് അല്ലേ. VALUE വാല്യൂ ഈസ് ഈക്വൽ ടു 1000. പിന്നെ അതേപോലെ തന്നെ LUE വാല്യൂ ഈസ് ഈക്വൽ ടു 100. VAL വാല്യൂ ഈസ് ഈക്വൽ ടു 10. ഇങ്ങനെ കൊടുക്കുകയാണ്. കണ്ടോ, നമുക്കിഷ്ടമുള്ള വാല്യൂ അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. എൻ്റെ കുറേ കാര്യങ്ങൾ, അതായത് നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, അതായത് ആൽഫബറ്റ്, റോമൻ ലെറ്റേഴ്സ്, പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്നുള്ള ആ ഒരു CSSൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല. എനിക്ക് വേണ്ടത് ഇതിൽ ഇങ്ങനെ ചില സിമ്പലുകളാണ് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സിമ്പലുകൾ, ഇതിപ്പോൾ W3 സ്കൂളിലത്തെ CSS എൻറ്റിറ്റി എന്നുള്ള ഒരു ഇതിൽ വരണ സമയത്ത്, കാറ്റഗറിയിൽ വരണ സമയത്ത് കാണുന്ന സിമ്പലുകളാണ്. ഇങ്ങനത്തെ സിമ്പലുകളാണ് എനിക്ക് വേണ്ടത്. ഇതിലിങ്ങനെ ഈ ഇൻസ്റ്റെഡ് ഓഫ് 100, 200 അങ്ങനെയുള്ളതിന് പകരം ഇങ്ങനത്തെ സിമ്പലുകൾ വേണമെന്നൊക്കെ വിചാരിക്കുക, ഈ സിമ്പൽ വേണമെന്നൊക്കെ വിചാരിക്കുക. ഇങ്ങനെയുള്ള സിമ്പൽ കൊടുക്കുക എന്ത് ചെയ്യണം? അപ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കൗണ്ടർ സ്റ്റൈൽ എന്നുള്ള അറ്റ് റൂള് നമ്മളിതിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നത് കോപ്പി ചെയ്യാണ്. ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചത് ഒരു CSSലത്തെ അറ്റ് റൂൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിലെന്തുണ്ട്, അറ്റ് റൂളിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കണം, ഒരു @ സിമ്പിൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൗണ്ടർ സ്റ്റൈല്, പിന്നെ അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഐഡൻറ്റിഫയർ, സർക്കിൾഡ് ആൽഫ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമാണ്. ഈ സിസ്റ്റം എന്ന് പറയണത് ഒരു അൽഗോരിതാണ്. എന്താണ് ഇത്, ഫിക്സഡ് ആണോ, അതായത് ഈ നമ്പർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ് ആണോ, ഇത് സൈക്ലിക് ആണോ, അങ്ങനെ കുറേ സിസ്റ്റം ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ലിങ്കുകൾ ഞാൻ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ സഫിക്സ്, പ്രിഫിക്സ്, അതായത് ഇപ്പോൾ ഈ നമ്മളിത് ലിസ്റ്റിൽ കണ്ടില്ലേ, 1000 കഴിഞ്ഞിട്ട് സ്പേസ് കണ്ടോ, അതായത് 100 കഴിഞ്ഞിട്ട് സ്പേസ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ സ്പേസിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഹൈഫണോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ആ കാര്യമാണ് ഇവിടെ എന്ത് ചെയ്തിട്ട് സഫിക്സും പ്രിഫിക്സും ആയിട്ട് സെറ്റ് ചെയ്യണത്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിൾഡ് ആൽഫ എന്നുള്ള കാര്യം ഉണ്ടല്ലോ, ഈ സർക്കിൾഡ് ആൽഫ OL ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് ഉണ്ടോ, ഇവിടെ ഈ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നമ്മൾ റോമനോ അല്ലെങ്കിൽ ന്യൂമറിക്കോ ഒന്നും കൊടുത്തില്ല, വേഗം ഈ സർക്കിൾഡ് ആൽഫ എന്ന് കൊടുത്തു. ഇനി എന്തായിരിക്കും ഇതിൽ വരിക നോക്കുക. ഇവിടെ വന്ന് നോക്കണ്ടാണ്, ഇവിടെ J എന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വാല്യൂസ് ആൾറെഡി കിടക്കുന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഈ വാല്യൂ ഒക്കെ ഇവിടുന്ന് കളയാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത വാല്യൂ നോക്കുക, ABC. ഈ ABC എവിടെ നിന്ന് എടുത്താണ്, ABC എന്ന് ഇവിടെ നിന്ന് എടുത്താണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊടുത്തൊരു ഒരു കോഡാണ് നമ്മുടെ ലിസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പറയുകയാണ് ABC എന്നുള്ളത് വേണ്ട, നമുക്ക് എന്ത് വേണം, ഇതേപോലത്തെ ഒരു എൻറ്റിലത്തെ ഏതെങ്കിലും സിമ്പിൾ, ഈ ഒരു സിമ്പിളാണ് വേണ്ടി വിചാരിക്കുക. ഈ സിമ്പിൾ എങ്ങനെ കൊടുക്കുക? ഈ സിമ്പിൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം? ഇതാ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്യുന്നു. നമ്മളിവിടെ നിന്ന് ഈ കീവേഡ്, അതായത് ഐഡൻറ്റിഫയർ നമ്മളെന്ത് സെലക്ട് ചെയ്യുന്നു, ഐഡൻറ്റിഫയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഐഡൻറ്റിഫയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് വേണ്ട എൻറ്റിറ്റി ഇവിടെ ഇതല്ലേ, ഈ എൻറ്റിറ്റി കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യാം. സിമ്പിളിൻ്റെ ഉള്ളിൽ സ്പേസ് ചെയ്ത് കൊടുത്തു. സഫിക്സും പ്രിഫിക്സും എംറ്റിയാണ് ഇപ്പോൾ കിടക്കണത്. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. HTML പോയി കഴിഞ്ഞാൽ കണ്ടോ, അത് ആ സിമ്പിളാണ് ഇവിടെ നമ്മൾ കൊടുത്ത എൻറ്റിറ്റി ഉള്ള ആ സിമ്പിൾ ഇവിടെ നമുക്ക് എന്ത് വന്നു, റിപ്പീറ്റ് ആയിട്ട് വന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള, ചിലപ്പോൾ എക്സാമ്പിൾ പറയാണ് അറബി ലെറ്റേഴ്സ് വേണം എന്ന് വിചാരിക്കുകയാണ്. അറബി ലെറ്റേഴ്സ് നമ്മുടെ ആ ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീ ഡിഫാൾട്ടായിട്ട് കുറേ എൻറ്റിറ്റികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗം അതിൽ പോയിട്ട് നമുക്ക് ഇതേപോലുള്ള കോഡ് നമ്മുടെ CSSൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അറബിയുടെ ന്യൂമറിക്സ് ഇനിയിപ്പോൾ കുറേ എണ്ണം ഉണ്ട്. അതിൽ പലതരത്തിലുള്ള ന്യൂമറിക്സുകളുടെ അതേപോലെ കൗണ്ടിങ് സീരീസ് ഉണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ഡിസൈനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് എൻറ്റിറ്റി വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെന്ത് ചെയ്യാൻ പറ്റും, ഓർഡേർഡ് ലിസ്റ്റിലോ അൺഓർഡേർഡ് ലിസ്റ്റിലോ അത് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ CSSൽ നോർമലി ഇല്ലാത്ത ഒരു വാല്യൂവിനെ, നോർമലി ഇല്ലാത്തൊരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ സ്റ്റൈൽ എന്നുള്ള ഇത് അറ്റ് റൂൾ കൗണ്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ CSSലേക്ക് കൊടുക്കുകയാണ്. ഈ കാര്യത്തെയാണ് എന്ത് പറയുക, CSSൻ്റെ അറ്റ് റൂൾ എന്ന് പറയുക. ഇത് നമ്മളിപ്പോൾ ഈ കൗണ്ടർ സ്റ്റൈൽ എന്നുള്ളത് നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റിലും അൺഓർഡേർഡ് ലിസ്റ്റിലും ഇങ്ങനെ നമുക്ക് എക്സ്റ്റേണൽ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കൗണ്ടർ അറ്റ് റൂളാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായെങ്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ കൗണ്ടർ സ്റ്റൈലിൽ ഈ സിസ്റ്റം എന്താണ്, സിമ്പൽ എന്താണ്, സഫിക്സ് എന്താണ്, പ്രിഫിക്സ് എന്താണ്. ഇപ്പോൾ സഫിക്സും പ്രിഫിക്സും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല. സഫിക്സ് ഇവിടെ ഒരു ഹൈഫൺ കൊടുക്കുക, എന്നിട്ടൊന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്താൽ കണ്ടോ ഇവിടെ ഒരു ഹൈഫൺ വന്നു. ഇനി മുമ്പിൽ പ്രിഫിക്സിൻ്റെ മുമ്പിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുക്കുക വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു, അത് മുന്നിൽ വന്നു. ഇതാണ് സഫിക്സും പ്രിഫിക്സും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അൽഗോരിതമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ലിങ്കുകൾ, ഞാൻ റെഫർ ചെയ്ത ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. വല്ലാതെ ഒരു പ്രയാസമുള്ള കാര്യമല്ല. എങ്ങനെ റിപ്പീറ്റ് ചെയ്യണോ, ഫിക്സ് ചെയ്യണോ, അതേപോലെ സൈക്കിൾ ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അതിൽ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ ഡിസ്ക്രിപ്ഷൻ അതിലുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി റീഡ് ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എന്തായാലും ഈ കൗണ്ടർ സ്റ്റൈൽ എന്നുള്ള ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.